വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രസാദവും ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ അല്ലേ? ശബരിമലയിലെ ഉൾപ്പെടെ. തീർച്ചയായിട്ടും. സംശയം എന്താണ്? വളരെ വളരെ ഗുരുതരമായ, ഇപ്പൊ സ്റ്റാൻലി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ എത്ര പേര് ഓൾറെഡി മതം മാറി എന്ന് ആർക്കറിയാം? എത്ര 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 ഈ പൂജാരിമാർ മതം മാറി എന്ന് ആർക്കറിയാം? കാരണം അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പരീക്ഷയും പാസ്സാവേണ്ടതില്ല, ഒരു കഷ്ടവും ചെയ്യേണ്ടതില്ല. ഇതൊക്കെ വലിയ അപകടമല്ലേ? അത് മാറ്റേണ്ടതാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ അവസ്ഥ പരിതാപകരമാണ്. കാരണം കേരളത്തിൽ ആർക്കും പൂജ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. പക്ഷെ ഇത് എത്ര പേർക്ക് ഇതിൽ അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ വിശ്വാസം എന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലെങ്കിലും അതിന് ചില ബാഹ്യ ലക്ഷണങ്ങളുണ്ടല്ലോ. ആ ബാഹ്യ ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. ഞാൻ ഒരിക്കല് ഒരു സന്യാസി, ഒരു ഹിന്ദു നാമധാരിയായ ഒരു സന്യാസി ശ്രീമദ് ഭാഗവതത്തിന്റെ മലയാളം വേർഷൻ അല്ലെങ്കിൽ സംസ്കൃത വേർഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കിയ പുസ്തകം വായിക്കാനിടയായി. അതിൽ 4ാമത്തെ വോള്യൂമില് ഗജേന്ദ്ര മോക്ഷം ഭാഗമാണ്. ഗജേന്ദ്രന്റെ കാലിൽ മുതല പിടിച്ചപ്പോ ഗജേന്ദ്രൻ രക്ഷയ്ക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്, വിളിച്ച് കരയുകയാണ്. അപ്പൊ മഹാവിഷ്ണു എഴുന്നള്ളി വരികയാണ്. മഹാവിഷ്ണു ഗരുഡൻ എഴുന്നള്ളി ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോ ഗജേന്ദ്രൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ, മഹാദേവ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് സ്തുതിക്കുമ്പോ അതിന്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുകയാണ് ഈ സന്യാസി. എന്താണെന്നറിയോ? ഗജേന്ദ്ര beheld the divine form of Lord Mahavishnu and cried out, Hallelujah, Hallelujah. ശ്രീരാമകൃഷ്ണ മഠത്തിലെ ഒരു സന്യാസി എഴുതിയതാണ്. ഞാൻ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയപ്പോ എന്നെ പലരും ആക്രമിച്ചു. അദ്ദേഹത്തെ പറയാൻ നീ ആരാണ്? ഞാൻ പറഞ്ഞു, ഇത് ചെറിയ അസുഖമല്ല, ദിസ് ഇസ് സ്പിരിച്വൽ ക്യാൻസർ. നിങ്ങൾ ഒരു മതത്തിന്റെ ആളായി നടിക്കുകയും ഉള്ളിൽ മറ്റൊരു മതത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് സ്പിരിച്വൽ ക്യാൻസർ ആണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കൃഷ്ണനെ പറ്റി ഒരു വാക്ക് പറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്ത് 2 വാക്ക് യേശുവിനെ പറ്റിയും പറയേണ്ടി വരും. അങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ പാതിരി ചെയ്യുന്നുണ്ടോ? ബൈബിൾ പറയുമ്പോൾ ഒരു ഗീതയിലെ കോട്ട് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി കാണിച്ചു തരും. അല്ല വിദ്യാസാഗർ, ഇത്തരത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നമ്മുടെ സമാജത്തിൽ ഇങ്ങനെ പതുങ്ങി ഇരിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ ശാപം? സംശയം തന്നെ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരാൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ അയാൾ പൂർണ്ണമായും ക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കട്ടെ. അയാൾ അതിനിടയ്ക്ക് ഇരട്ടത്താപ്പ് ചെയ്യേണ്ട. ഹിന്ദുക്കൾ എങ്ങനെയാണ്? ഹിന്ദുക്കളുടെ സന്യാസിമാരുടെ അവസ്ഥ എന്താ? ഹിന്ദുക്കളുടെ സന്യാസി പ്രസംഗം തുടങ്ങിയാൽ ഉടനെ പറയും ഭഗവാൻ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു ദേവൻ. ഇതിന്റെ ആവശ്യം എന്താണ്? അവര് നന്നായിട്ട് അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ നമ്മുടെ പണിയെടുത്താൽ പോരെ? ഇത് വൈറ്റ് മാനോടുള്ള വെള്ളക്കാരന്റെ മതത്തോടുള്ള ഒരു വിധേയത്വമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സ്കൂളിങ്ങിന്റെ പ്രശ്നമാണ്. ബേസിക് സ്കൂളിങ്ങിൽ തെറ്റാണ് ഇതൊക്കെ. മാത്രമല്ല, ഈ സന്യാസിക്കെതിരെ ഞാൻ പറഞ്ഞാൽ ഒരു വാക്കിന് എഴുതിയിരുന്നു, ഇവനൊന്നും ഒരു കുങ്കുമമോ ചന്ദനമോ തൊടാൻ പോലും മടിയാണെന്ന് എഴുതി. അപ്പൊ മറുപടി പറയാണ് മറ്റൊരാള്, കുങ്കുമവും ചന്ദനവും തൊടണം നിർബന്ധമൊന്നുമില്ല എന്ന് വെച്ചാൽ ഹിന്ദുവിന് ബാഹ്യലക്ഷണങ്ങളൊന്നും വേണ്ട. ഹിന്ദുവിന് പ്രത്യേകിച്ച് ഈ പിന്നെ ഹിന്ദു ധർമ്മത്തിലെ ദേവതകളോട് മാത്രം വിശ്വാസം വേണ്ട, പിന്നെ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ മുനിസിപ്പൽ കക്കൂസ് പോലെയല്ലേ? ആർക്കും കയറി വരാം. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ടോയ്ലറ്റ് ആണോ ഹിന്ദുമതം? ഇതിന് വ്യവസ്ഥിതമായ നിയമമുണ്ട്, ഇതിന് ധർമ്മശാസ്ത്രങ്ങളുണ്ട്. ഇത് പഠിക്കാൻ തയ്യാറല്ലാത്തവരും കപട സന്യാസിമാരും കാവി ചുറ്റിയ കള്ളന്മാരുമാണ് ഇതിനെ ദുഷിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂജാരികളും ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ വലിയൊരു ശതമാനം കാട്ടക്കമ്മികളാണ്. എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, എല്ലാവരും അല്ല പറയുന്നത്, വലിയൊരു ശതമാനം. തലയ്ക്കകത്ത് ഒരു വെളിവുമില്ലാത്ത കമ്മികളുണ്ട് ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ അവരിങ്ങനെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം റവന്യൂ സർക്കാരിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കെങ്കിലും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനകത്ത് എന്ത് നടക്കുന്നു? കൃത്യമായ പൂജയാണോ നടക്കുന്നത്? കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അത്തരം പ്രവർത്തനം നടത്തുന്നുണ്ടോ? ഏതെങ്കിലും മറ്റു മതങ്ങളുടെ ലഘുലേഖയും മറ്റുമായിട്ട് അതിന്റെ പരിസരത്ത് ആളുകൾ കറങ്ങുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കാശിയിലൊക്കെ പോയാൽ കാണാം, ഹിന്ദിയില്, മറാഠിയില്, ഗുജറാത്തിയില്, ഇംഗ്ലീഷില്, മലയാളത്തില് ഒക്കെ എഴുതിയ പാംഫ്ലെറ്റുകൾ ഈ രക്തം കുടിക്കുന്ന കാളിയും ചുടലപ്പറമ്പിലേക്ക് ശിവനെയും ആരാധിക്കരുതേ, ഈ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളായ ക്രിസ്ത്യാനികളെ അവിടെ കാണാം.
പക്ഷെ അവരുടെ വസ്ത്രം കാവി വസ്ത്രവും കഴുത്തിൽ രുദ്രാക്ഷമൊക്കെ കാണാം. വളരെ ചെറിയൊരു കുരിശറ്റത്ത് കാണാം. അത് സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ. അങ്ങനെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ വിശുദ്ധ സ്ഥലികളിൽ പോലും കടന്നു ചെന്ന് ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനമല്ലേ ഇത്? ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം നടത്താനുള്ള ശക്തി എവിടുന്ന് വരുന്നു? ഒരു നടപടി ഇവർക്കെതിരെ ഉണ്ടാവില്ലെന്നും ഒരു പ്രതികരണം ഉണ്ടാവില്ലെന്നും വിഡ്ഢികളായ ഹിന്ദുക്കൾ ഇതൊക്കെ പാംഫ്ലെറ്റ് വാങ്ങിയിട്ട് നാളെ കുരിശ് വരച്ചോളൂ എന്ന ഒരു ധൈര്യത്തിന്റെ പുറത്തല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരം ധൈര്യം ഇല്ലാതാവണമെങ്കിൽ ഹിന്ദുക്കൾക്ക് നിയമം മൂലം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളും മറ്റു മാനബിന്ദുക്കളും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു കാലം വരേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മുടെ ഹിന്ദു ധർമ്മം എങ്ങോട്ടാണ് പോകുന്നത് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഓരോ സന്യാസിമാരും അവരവരുടെ മഠങ്ങൾ വളർത്തുകയും അവിടെ കൂടുതൽ ധനം സമാഹരിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ ഹിന്ദു ധർമ്മത്തിനോട് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ ആരും ചെയ്യുന്നില്ല എന്നത് എനിക്ക് എന്റെ നേരിട്ടുള്ള അനുഭവമാണ്. അല്ല, എന്താ ഇനിയിപ്പോൾ തിരുപ്പതിയിൽ ഈ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? നമ്മുടെ സ്റ്റാൻലി സാറ് പറഞ്ഞ നടപടിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വാർത്ത അടുത്ത വാർത്തയ്ക്ക് വഴിമാറി. ഇപ്പൊ തന്നെ അടുത്ത വാർത്ത വന്നിട്ടുണ്ട്. ഏതൊരുത്തൻ റെയിൽ പാളത്തില് പിന്നെ കമ്പി വെച്ചിട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തി പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഓരോ വാർത്തയുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഹിന്ദുധർമ്മം നിരന്തരം നശിപ്പിക്കുന്ന ശക്തികളാണ് പുറകിലുള്ളത്. അവർ വിശ്രമിക്കുന്നില്ല. ഹിന്ദുക്കൾ മാത്രമേ വിശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് നടപടി ഉണ്ടാകാൻ വഴിയില്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ അഭ്യർത്ഥന പോലും അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ അവർ ഉൾക്കൊണ്ട് നടപടി എടുക്കുമോ എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല.